ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയും വിക്രവും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം വേദ താഴത്തേക്ക് തന്നെ ഇറങ്ങി കിടക്കുന്നുണ്ട്. വിക്രം തൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇനി 1000 ജന്മം നീ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാലും എനിക്കതിന് സാധിക്കില്ല. നീ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കണ്ടെന്ന് പറയും കേട്ടോ. അന്നേരം വേദ ഇങ്ങനെ പരിഹാസത്തോടുകൂടി പറയുന്നുണ്ട്, അതെ, ഈ പെൺ വിഷയത്തിൽ നിങ്ങളെ തീരെ പോരാ എന്ന് പറയാണ്. നിങ്ങളെ ഒരു പാവം ഗുണ്ട എന്ന് പറയാണ് കേട്ടോ. ആഹാ, നീ റൂട്ട് മാറ്റി പിടിക്കുകയാണല്ലേ. പെൺവിഷയത്തിൽ ഞാൻ തീരെ പോരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ പിന്നിൽ കൂടെ വരുന്നതാണോ നിൻ്റെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വേദനായിട്ട് വഴക്ക് പറയാണ് കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങളെ ഒരു പാവം ഗുണ്ടയാണ്, ഒരു സന്മനസ്സുള്ളൊരു ഗുണ്ടയുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ഗുണ്ടയാണ്, നിഷ്കളങ്കനായ ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ സ്നേഹിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണന് പെട്ടെന്ന് തന്നെ നെഞ്ചത്തുവേന വന്നിട്ട് പത്മ അലറി വിളിച്ച് കരയാണ്. അപ്പോഴേക്കും ദീപ്തി ശ്രീകാന്തൊക്കെ മുകളിലേക്ക് ഓടി ചെല്ലുമ്പോൾ വേദന അച്ഛന് ബോധമൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ദീപ്തി ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ചേച്ചി അച്ഛന് വയ്യ ചേച്ചി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഇനിയൊരു പക്ഷേ തന്നോട് വെറുതെ പറയണതാവോ, താൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഇതൊരു അഭിനയമാവോ എന്നൊക്കെ ഒരു സംശയത്തിൽ വേദ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കാണാൻ പോകുന്നുണ്ട് വേദ. അവിടെ വെച്ചിട്ട് അച്ഛൻ അഭിനയിക്കാനാണെന്ന് വിചാരിച്ചിട്ട് വേദ കുറച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പ്രമോദ് അത്രയും കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.